ഫിറോസ്, കൊച്ചിക്കാരെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയ്ക്ക് മേളിലാകുന്നു. ഇപ്പോൾ ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്നുള്ള വിഷപ്പുക ശ്വസിക്കുകയാണ് കൊച്ചി നിവാസികൾ. എങ്ങനെയാണ് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച കടന്നുപോയത്? എങ്ങനെ ഇത് ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു? അത് ഫലവത്താകുന്ന സാഹചര്യം ഉണ്ടോ? ഫിജി, അതാണ് ഞാനും ഫിജിയുമൊക്കെ താമസിക്കുന്ന ഈ കൊച്ചി. ഇത് സത്യത്തിൽ ഇവിടെ ജനങ്ങൾ ഒരർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തിയില്ല. 8ാം ദിവസവും പുക ശമിക്കുന്നില്ല. ഇടയ്ക്കിടെ രാത്രിയിൽ വീണ്ടും ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടാകുന്നു. അതായത് പ്ലാസ്റ്റിക് മാലിന്യം വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നു. 7-8 ദിവസമൊക്കെ തുടർച്ചയായി പ്ലാസ്റ്റിക് മാലിന്യം കത്തിയാൽ അതുണ്ടാക്കുന്ന ഒരു പാരിസ്ഥിതിക പ്രത്യാഘാതം എന്താണെന്ന് അത് ശ്വസിക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അരൂർ വരെ ഈ പുക എത്തുന്നൊരു സാഹചര്യം. 20 കിലോമീറ്റർ ചുറ്റളവിൽ ഈ നഗരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ കഴിഞ്ഞ 8 ദിവസമായി, ഇന്നിപ്പോൾ 8ാം ദിവസമാണ്. ആ തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്യാസ് ചേംബറിൽ വെന്തുകൊണ്ടിരിക്കുന്ന നഗരവും അവിടുത്തെ 10,000-കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളും. ഇത് എത്ര പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്നും കണ്ടെത്താൻ നമുക്കിപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരൊക്കെ പറയുന്നത് അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അതിവിദൂര ഭാവിയിൽ കൊണ്ടുപോകുന്ന തരത്തിലാണ് ഈ വിഷപ്പുക ശ്വസിച്ച് കൊച്ചി ഇത്രനാൾ കഴിഞ്ഞത് എന്ന കാര്യം അവരൊക്കെ പറയുന്നുണ്ട്. എത്ര പേർക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ശ്വാസകോശ രോഗങ്ങളടക്കം, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യത നമുക്കറിയാമല്ലോ. നമ്മുടെ വീടിൻ്റെ പരിസരത്തിട്ട് പോലും പ്ലാസ്റ്റിക് കത്തിക്കരുത്, അങ്ങനെ പ്ലാസ്റ്റിക് കത്തിച്ചാൽ പിഴ ഈടാക്കും എന്ന് പറഞ്ഞ് ഹരിതകർമ്മസേനയൊക്കെ ഇറക്കിയ ഒരു സംവിധാനം. അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇത്ര ലക്ഷക്കണക്കിന് ടൺ ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ കിടന്ന് കത്തുന്നത്. 2 ആൾ പൊക്കത്തിൽ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം ദിവസങ്ങളായി കിടന്ന് കത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായ ഒരു സാഹചര്യം, ഒരു പിഴവ് സംഭവിച്ചിരിക്കുന്നു. അത് കോർപ്പറേഷൻ ഇപ്പോൾ ഈ മൈനിങ് കമ്പനിയായ, ബയോമൈനിങ് കരാർ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനെ കുറ്റപ്പെടുത്തുന്നു. സോണ്ട ഇൻഫ്രാടെക്കുമായി ബന്ധപ്പെട്ട് നിരവധി കഴിഞ്ഞ ദിവസം തന്നെ ചില വിവാദങ്ങൾ വന്നു. മുൻ LDF കൺവീനർ, അതുപോലെ CPM-ന്റെ പ്രമുഖ നേതാവ് വൈക്കം വിശ്വന്റെ മരുമകന്റെ കമ്പനി ആയതുകൊണ്ടാണ് സോണ്ട ഇൻഫ്രാടെക്കിന്, മരുമകൻ എന്ന് വെച്ചാൽ മകളുടെ ഭർത്താവിന്റെ കമ്പനി ആയതുകൊണ്ടാണ് സോണ്ട ഇൻഫ്രാടെക്, ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോണ്ട ഇൻഫ്രാടെക്കിന് ഈ കരാർ കൊടുത്തത് എന്ന് ഒരു ആക്ഷേപം UDF കോൺഗ്രസ് ഉന്നയിച്ചു. അതേസമയം തന്നെ ഇത് കോർപ്പറേഷനും സോണ്ട ഇൻഫ്രാടെക്കും തമ്മിലാണ് ഈ കരാറെങ്കിൽ പോലും ഈ കരാർ ശരിക്കും കോർപ്പറേഷനോട് ഈ കമ്പനി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയെ നിർദ്ദേശിച്ചിരിക്കുന്നത് KSIDC ആണ്, വ്യവസായ വികസന കോർപ്പറേഷനാണ്. ആ നിലയ്ക്കൊക്കെ ഈ കമ്പനിക്ക് കരാർ കിട്ടുന്നതിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ചരടുവലികൾ നടന്നു എന്ന നിലയിലുള്ള ആക്ഷേപം. അതേസമയം തന്നെ ഇതിന്റെ ഉപകരാർ കിട്ടിയിരിക്കുന്നത് KPCC ജനറൽ സെക്രട്ടറി N വേണുഗോപാലിന്റെ മകനാണ് എന്ന നിലയ്ക്കുള്ള എതിർപക്ഷത്തിന്റെ, അതായത് CPM-ന്റെ ആക്ഷേപം. അങ്ങനെയൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കത്തുന്നു. ഏതായാലും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വീണ്ടും കളക്ടർ നേരിട്ട് ഹാജരായിരുന്നു. കളക്ടറെ രൂക്ഷമായി വിമർശിച്ചു. 2 ദിവസം കൊണ്ട് തീയണയ്ക്കും എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. കളക്ടർക്ക് ഉത്തരമില്ലാതായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ സംഭവിച്ചു. ഏതായാലും കളക്ടർ മാറി. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് NSK ഉമേഷ് ആസ്ഥാനത്തേക്ക് വരികയും ചെയ്തു. കൊച്ചി എറണാകുളം കളക്ടറായി ചുമതലയേൽക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹവും ഈ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ രൂക്ഷമായ ഹൈക്കോടതിയുടെ വിമർശനങ്ങൾക്കിടെ ഉന്നതതല യോഗമൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഈ ശാസ്ത്രീയമായി തീയണയ്ക്കാനോ ഈ പുകയെ നിയന്ത്രിക്കാനോ ഉള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഗൗരവ സ്വഭാവം എത്രയാണെന്ന് ഫിജി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഇഞ്ചിഞ്ചായി ഒരുപക്ഷെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവി തലമുറയെ, അടുത്തൊരു തലമുറയെ പോലും, വരാനിരിക്കുന്ന ഒരു തലമുറയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള അത്ര വലിയ പൊല്യൂഷനാണ്, അത്ര വലിയ അന്തരീക്ഷ മലിനീകരണമാണ് കൊച്ചിക്കും പരിസര പ്രദേശങ്ങൾക്കും സംഭവിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഫിജി. ശരി ഫിറോസ്, എന്തായാലും അതിൻ്റെ ആധിക്യം വളരെ വലുതാണ് എന്നാണ് ഫിറോസ് സൂചിപ്പിക്കുന്നത്. കൊച്ചി നിവാസികൾ ശ്വാസം മുട്ടി കഴിയുകയാണ് കഴിഞ്ഞ 8 ദിവസങ്ങളായി.